ചലച്ചിത്ര നിർമ്മാതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രശസ്തനായ ഭാരതീയ ചലച്ചിത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന പ്രതിഭയാണ് ദാദാ സാഹേബ് ഫാൽക്കെ. 1913 പുറത്തിറങ്ങിയ ആദ്യ ഇന്ത്യൻ സിനിമയായ രാജാ ഹരിശ്ചന്ദ്രയുടെ സൃഷ്ടാവ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രാധാന്യം. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട പ്രഥമ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമായിരുന്നു അത്. തുടർന്ന് 2 പതിറ്റാണ്ടുകാലം സിനിമയിൽ സജീവമായ അദ്ദേഹം അനവധി ഫീച്ചർ സിനിമകളും ഹ്രസ്വചിത്രങ്ങളും നിർമ്മിച്ചു. കാളിയമർദ്ദൻ, സത്യവാൻ സാവിത്രി, ലങ്കാദഹൻ, ശ്രീകൃഷ്ണ ജന്മ എന്നിങ്ങനെ അനവധി ശ്രദ്ധേയമായ സിനിമകൾ ഇക്കൂട്ടത്തിലുണ്ട്. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകിയ ആജീവനാന്ത സംഭാവനകളെ മാനിച്ച് ഭാരത സർക്കാർ സമ്മാനിക്കുന്ന പുരസ്കാരമാണ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം. ഇന്ത്യൻ ചലച്ചിത്രത്തിൻ്റെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന ദാദാ സാഹേബ് ഫാൽക്കെയുടെ 100ാം ജന്മവാർഷികമായ 1969 മുതൽക്കാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത്. ഈ പുരസ്കാരം ലഭിച്ച ആദ്യ വിജയി ദേവിക റാണി 1969 ലഭിച്ചു. അവസാന വിജയി മോഹൻലാൽ. 2023 പ്രൈസാണ്. 2025 ഇത് പ്രഖ്യാപിച്ചത്. ആദ്യമായി ഈ പുരസ്കാരത്തിന് അർഹനായ മലയാളി സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ ആണ്. രണ്ടാമതായി ലഭിച്ച മലയാളിയാണ് മോഹൻലാൽ. 2018 ഈ അവാർഡ് ലഭിച്ചത് നടനായ അമിതാഭ് ബച്ചനാണ്. 2019 രജനീകാന്ത്, 2020 ആശ പരേഖ്, 2021 വഹീദ റഹ്മാൻ, 2022 നടനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമെല്ലാമായ മിഥുൻ ചക്രവർത്തിക്കും ഈ അവാർഡ് ലഭിച്ചു.